ഹായ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അബൌട്ട് ഹെയർ ആൻഡ് ഹെയർ ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. ബിക്കോസ് ഞാൻ തുടക്കത്തിൽ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുള്ള എൻ്റെ 2 months എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിരുന്നു. സോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനു മുന്നേ ഞാൻ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഹെയർ വളരെയധികം ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആയിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് ബേബി ഹെയർസ് ഉണ്ട്. അപ്പം ഞാൻ മുടിയൊക്കെ ചീകി ഒതുക്കി വെക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം ഒന്ന് ഒതുങ്ങി നിൽക്കുമെങ്കിലും ഞാൻ വെളിയിലിറങ്ങി ചെറിയൊരു കാറ്റൊക്കെ തട്ടുകയാണെങ്കിൽ ഈ ബേബി ഹെയർസൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കും. അപ്പം എന്നെ പെട്ടെന്ന് കാണുമ്പോഴേക്കും വളരെ ഒരു ടയേർഡ് ലുക്കാണ് പെട്ടെന്ന് തോന്നിക്കുക. സോ എനിക്ക് എന്തെങ്കിലും ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒന്ന് ഒതുക്കി വെക്കണം എന്നുള്ളത് എനിക്ക് ആവശ്യമായിരുന്നു. പക്ഷേ ഏത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഹെയർ സ്മൂത്തനിങ് വേണോ, ബ്ലോ ഡ്രൈ, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വേണോ, അല്ലെങ്കിൽ ബോട്ടോക്സ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ബോട്ടോക്സ് നോക്കിയപ്പം അത് ലൈക്ക് എത്രയോ വാഷ് 24 വാഷ് വരെ മാത്രമേ അത് നിൽക്കുള്ളൂ. ബിക്കോസ് ഓരോ വാഷ് കഴിയും തോറും അതിൻ്റെ ഒരു ഇതിങ്ങനെ കുറഞ്ഞു വരും എന്നാണ് ഞാൻ ചില വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ അത് അത്യാവശ്യം കോസ്റ്റ് അതിനുണ്ട് എന്ന് തോന്നുന്നു. അപ്പം ഞാൻ കരുതി ഓക്കെ അത് വേണ്ട, ലൈക്ക് ഹെയർ സ്മൂത്തനിങ് ഓർ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യാം എന്നുള്ളൊരു ഇതിലെത്തി. അതിനുശേഷം ഞാൻ കരുതി എൻ്റെ ഈ ഒരു ഹെയറിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണല്ലോ, അപ്പം കമ്പാരേറ്റീവ്ലി പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണെങ്കിൽ നമ്മളുടെ ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കുന്ന ഒരു ഇതാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് പറയുന്നത്. ബിക്കോസ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈയിൽ നമ്മൾ ഫുള്ളായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യില്ല. ബിക്കോസ് നമ്മളുടെ ഒരു ചെറിയൊരു ടിപ്പ് നമ്മളുടെ നാച്ചുറൽ ഹെയർ ആയിരിക്കും. സോ ഒരു നാച്ചുറൽ ഫീൽ തോന്നിക്കുന്നത് കൊണ്ട് ഞാൻ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണ് ഫസ്റ്റ് ചൂസ് ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു 5 മാസം ആയപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ നല്ല റൂട്ടിലൊക്കെ നല്ല എൻ്റെ ഒറിജിനൽ ഹെയർ വളർന്നു വന്നു. സോ ഞാൻ റൂട്ട് മാത്രം ഹെയർ സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റ് ആണ് ചെയ്തത്, ഫ്രണ്ടിൽ മാത്രം. ഞാൻ ബാക്ക് സൈഡ് ചെയ്തിട്ടില്ല. അഗെയിൻ ഇപ്പോൾ ഒരു 5 months ഇപ്പോൾ ആയിക്കഴിഞ്ഞു. സോ ഫ്രണ്ടിൽ അഗെയിൻ എൻ്റെ റൂട്ടിൽ ഹെയർ ഗ്രോത്ത് വന്നു. എസ്പെഷ്യലി ബാക്കിൽ ഞാൻ ലാസ്റ്റ് ടൈം ചെയ്യാത്തത് കൊണ്ട് ബാക്ക് സൈഡിലും എൻ്റെ ചുരുള മുടി നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. നല്ല വൃത്തികേടാണ്. എസ്പെഷ്യലി ഞാൻ മിഡിൽ പാർട്ടീഷൻ എടുക്കുകയാണെങ്കിൽ വളരെ വൃത്തികേടാണ്. സോ ഞാനിത് മൊത്തത്തിൽ ഇപ്പം റൂട്ടിൽ മാത്രം ഞാൻ മൊത്തം ഹെയർ സ്മൂത്തനിങ് ഇപ്പം ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ പ്രൊസീജിയർ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഞാൻ പറയുന്നതായിരിക്കും ഇതിൻ്റെ എൻഡ് ഓഫ് ദ വീഡിയോ. പിന്നെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈൻ്റെതാണെങ്കിലും ഹെയർ സ്മൂത്തനിങ്ങിൻ്റെ ആണെങ്കിലും രണ്ടിൻ്റെയും പ്രൊസീജിയർ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടുന്ന് തൊട്ടിട്ട് ക്രീം ഇങ്ങനെ തേച്ചിട്ട് ഇവിടെ വരെ അവർ ക്രീം അപ്ലൈ ചെയ്യുള്ളൂ. ഈ ഒരു ചെറിയൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ നാച്ചുറൽ ഹെയർ, അത് നമ്മളുടെ ഒറിജിനൽ ഹെയർ എന്താണോ, വേവിയാണോ കേളിയാണോ എന്താണോ, അത് അങ്ങനെ തന്നെ ഈ ഒരു ടിപ്പിൽ ഇത്രയും ഭാഗം നമ്മളുടെ ശരിക്കുള്ള ഹെയർ ആയിരിക്കും. ഇവിടെ വരെ മാത്രമേ അതൊരു കുറച്ചൊരു സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. സോ ദാറ്റ് ഒരു നാച്ചുറൽ ഒരു താഴെ മാത്രം ചെറിയൊരു വേവി ആയിട്ട് ഇവിടെ ഇത്രയും വരെ സ്ട്രെയിറ്റ് ഹെയറും ടിപ്പിൽ ഇവിടെ ടിപ്പിൽ ചെറുതായിട്ടൊരു വേവി അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കേളി വരുന്ന ഒരു ലുക്കാണ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് പറയുന്നത്. ഹെയർ സ്മൂത്തനിങ് എന്ന് പറയുമ്പം അവർ കംപ്ലീറ്റ് ഹെയറിൽ ആ ഒരു ക്രീം അപ്ലൈ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പേര് എൻ്റെ ചോദിച്ചിരുന്നത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഹെയർ വല്ലാണ്ട് ഡ്രൈ ആകുന്നുണ്ടോ എന്ന് എൻ്റെ കുറച്ച് പേര് ചോദിച്ചിരുന്നു. അപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എനിക്കങ്ങനെ ഡ്രൈ ആയിട്ട്, എൻ്റെ ഓൾറെഡി വളരെ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർ അത്ര വലിയ ഡ്രൈ ആയിട്ടൊന്നുമില്ല. ബിക്കോസ് എൻ്റെ പാർലറിൽ നിന്ന് അവർ തന്ന സെയിം ഷാംപൂ ആൻഡ് ഹെയർ മാസ്ക് ഞാൻ ഈവൻ ഷാംപൂ അഥവാ ഇൻ കേസ് ഞാൻ ഷാംപൂ സ്കിപ്പ് ചെയ്യുകയാണെങ്കിലും ഞാൻ എൻ്റെ ഹെയർ മാസ്ക് ഞാൻ മസ്റ്റായിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് എനിക്കിതുവരെ എൻ്റെ ഹെയർ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല, ഡ്രൈ ആവാറില്ല ഞാൻ ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട്. നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പാർലറിൽ നിന്ന് പറയുന്ന നിങ്ങൾ ഹെയറിന് സ്യൂട്ട് ചെയ്യുന്ന ഏതാണോ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഓർ ഹെയർ മാസ്ക് അത് നിങ്ങൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഹെയർ ഡ്രൈ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഹെയർ ഫോൾ ഉണ്ടോ എന്നുള്ളത്. ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് മുന്നേ ഇപ്പം നമ്മൾ ഓയിലിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഹെയർ വാഷ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓഫ് കോഴ്സ് ചെറിയ തോതിൽ ഒരു ഹെയർ ഫോൾ എന്തായാലും എല്ലാവർക്കും കാണും.
അത് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതൽ ഒരു ഹെയർ ഫോളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊണ്ട് ഉള്ളൊരു ഹെയർ ഫോളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഫോളോ അപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം ചെയ്യും. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് ചോദിച്ചിരുന്നു. കോസ്റ്റ് 3500 to 5000 ആ ഒരു റേഞ്ചിലാണ്. ഇത് ചിലപ്പം ഇതിലും ചില പാർലറിൽ അല്ലെങ്കിൽ ചില സലൂണിൽ ഇതിനും കൂടുതൽ ചിലപ്പം റേറ്റ് ഉണ്ടാകാം. ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് വരിക. പിന്നെ നിങ്ങളുടെ ഹെയർ ലെങ്ത്തിനും ഹെയർ തിക്നെസ്സിനും ഒക്കെ അനുസരിച്ചിട്ട്, ബിക്കോസ് നമ്മളുടെ ഹെയർ ലെങ്ത്തിനും ഹെയർ തിക്നെസ്സിനും അനുസരിച്ചിട്ടായിരിക്കും അവർ ആ ക്രീം യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അതിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. പിന്നെ എൻ്റെ അടുത്ത് ഏത് ഷാംപൂ ആൻഡ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് പാർലറിൽ പറഞ്ഞ സെയിം ഷാംപൂ ആൻഡ് മാസ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലോറിയൽ എക്സ്റ്റൻസോ അതിൻ്റെ ഷാംപൂ ആൻഡ് ഹെയർ മാസ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷാംപൂ ആൻഡ് ഹെയർ മാസ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷാംപൂ ആൻഡ് മാസ്കിന് കുറച്ച് റേറ്റ് ഉണ്ട്. ഷാംപൂന് ഒരു 690, ഇപ്പോഴത്തെ പ്രൈസ് 690, ആൻഡ് ഹെയർ മാസ്കിന് 800 റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അത്യാവശ്യം ടൈം ഒരു 3 to 4 hours, മാക്സിമം 3 to 4 hours എടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഏത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും, സ്മൂത്തനിങ്ങോ ബ്ലോ ഡ്രൈയോ അല്ലെങ്കിൽ ബോട്ടക്സ് ആണെങ്കിലും ഏകദേശം ഇത്രയും ഒരു മണിക്കൂറുകളോളം എടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. പിന്നെ അപ്പം ഇത്രയും ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് നമ്മൾ ആഫ്റ്റർ കെയറും അതുപോലെ ടേക്ക് കെയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക്. അതിനുശേഷം ഞാൻ ഒരാവശ്യമില്ലാണ്ട് ഒരു ഫ്രണ്ടിൽ ഹെയർ കട്ട് ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വന്നുമില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ ഞാൻ അവിടെ ചെന്നപ്പം അവർ ആദ്യം ചെയ്തത് ഹെയർ വാഷ് ആണ്. ഹെയർ വാഷ് ചെയ്യുമ്പം അവർ ഷാംപൂ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഹെയർ കണ്ടീഷണറോ ഹെയർ മാസ്കോ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഷാംപൂ മാത്രം യൂസ് ചെയ്തിട്ട് എൻ്റെ മുടിയിലുള്ള ഓയിൽ അവർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. അതിനുശേഷം ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തു. വെള്ളമൊക്കെ കംപ്ലീറ്റ്ലി ഉണങ്ങുന്നത് വരെ നല്ല രീതിയിൽ ഹെയർ ഡ്രയർ വെച്ചിട്ട് മുടി ഉണക്കി. അതാണ് അടുത്തത് ചെയ്തത്. അതിനുശേഷമാണ് അവർ ക്രീം അപ്ലൈ ചെയ്തത്. സോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണെങ്കിലും ഹെയർ സ്മൂത്തനിങ് ആണെങ്കിലും രണ്ടിൻ്റെയും പ്രൊസീജിയർ സെയിം ആണ്. ഓരോ ഡിഫറൻസ് എന്ന് പറയുന്നത്, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണെങ്കിൽ അവർ ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെ ക്രീം അപ്ലൈ ചെയ്യും. ഈ ഒരു ടിപ്പ് അവർ വിടും. ഈ ഒരു ടിപ്പിൽ അവർ ക്രീം അപ്ലൈ ചെയ്യില്ല. സ്മൂത്തനിങ് ആണെങ്കിൽ ഫുള്ളായിട്ട് അവർ ക്രീം അപ്ലൈ ചെയ്യും. ഇതാണ് ഒരു ഡിഫറൻസ്. ബാക്കി പ്രൊസീജിയറൊക്കെ രണ്ടിൻ്റെയും സെയിം ആണ്. സോ ആദ്യം ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയറിലുള്ള ഓയിൽ അവർ റിമൂവ് ചെയ്തിട്ട് ഹെയർ നല്ല രീതിയിൽ ഡ്രൈ ആക്കും. ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ അവർ ഡ്രൈ ആക്കിയതിന് ശേഷം ആ ഒരു ക്രീം അപ്ലൈ ചെയ്യും. പിന്നെ ആ ഒരു ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു 45 to 1 hour അത് വെയിറ്റ് ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഓരോ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ടാണ്. ഞാൻ ഒരു 1 hour അവർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ ഹെയർ എഗെയിൻ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്തു. ആ വാഷ് ചെയ്യുന്ന സമയത്ത് അവർ ഒരു ഹെയർ കണ്ടീഷണറും കൂടി എൻ്റെ തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എഗെയിൻ വീണ്ടും എൻ്റെ ഹെയർ നല്ല രീതിയിൽ അവർ ഡ്രൈ ചെയ്തു. അതിനുശേഷം ഒരു അയൺ ചെയ്തു. എൻ്റെ ഹെയർ നല്ല രീതിയിൽ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് അയൺ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം അവർ വീണ്ടും ഒരു ക്രീം അപ്ലൈ ചെയ്തു. ആ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒരു 10 to 15 minutes മാത്രമേ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. വീണ്ടും എഗെയിൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും അയൺ ചെയ്ത് സെറ്റ് ചെയ്യാണ് ചെയ്തത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 2:30 ഉച്ചക്കൊരു 2:30 ആയപ്പോഴാണ് ഞാൻ പോയത്. 6:30 ആകുമ്പോഴാണ് എൻ്റെ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ്ലി കഴിഞ്ഞത്. സോ 4 hours ഒരു പ്രൊസീജിയർ ആയിരുന്നു എനിക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ടിൽ മാത്രം സ്മൂത്തനിങ് ചെയ്യാൻ ഇത്രയും ടൈം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് ബാക്കിലൊക്കെ നല്ല രീതിയിൽ കേൾസ് ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ 4 hours. സോ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് 3 to 4 hours എന്തായാലും ഈ ഒരു പ്രൊസീജിയറിന് ടൈം എടുക്കും. പിന്നെ ഇപ്പോൾ ബ്ലോ ഡ്രൈനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു തവണ ബ്ലോ ഡ്രൈ ചെയ്യുവാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യണമെങ്കിൽ അത് നമ്മളുടെ ഒറിജിനൽ ഹെയറിൽ മാത്രമേ നമുക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ട്രീറ്റഡ് ഹെയറിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്വന്തം ഹെയർ വളർന്നു വന്നതിന് ശേഷം ബാക്കി ട്രീറ്റഡ് ഹെയർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ
പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യുള്ളൂ. സോ ട്രീറ്റഡ് ഹെയറിൽ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യില്ല. ബിക്കോസ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ നാച്ചുറൽ ഹെയർ വരുന്നത് കൊണ്ടായിരിക്കും. സോ ട്രീറ്റഡ് ഹെയറിൽ ഒരിക്കലും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യില്ല. യെസ്. പിന്നെ നമ്മളുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് യു ടു ഡു ഒരു 1 വീക്ക് ബിഫോർ എങ്കിലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഹെയർ വാഷ് വരെ ഒരു പശുനക്കിയ പോലെയായിരിക്കും നിങ്ങളുടെ ഹെയർ ഉണ്ടാകുക. സോ ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ ഒരു 1 വീക്ക് ബിഫോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇതിപ്പം എൻ്റെ ഹെയറും അങ്ങനെ തന്നെയാണുള്ളത്. അതൊരു ഫസ്റ്റ് വാഷ് കഴിയുമ്പോഴേക്കും അത് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കും. ഇത് ബിക്കോസ് അയണിങ് ഒക്കെ ചെയ്തത് കൊണ്ടാണ് ഈ രീതിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഹെയർ വാഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഹെയർ വാഷ് വരുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആഫ്റ്റർ 3 ഡേയ്സ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹെയർ വാഷ് വരുന്നത്. അങ്ങനെ 3 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ ഹെയർ വാഷ് ചെയ്തു. ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ഹെയർ വാഷ് ചെയ്തത്, പാർലറിൽ പോയിട്ടില്ല. ബിക്കോസ് അതിൻ്റെ ഷാമ്പൂവും ഹെയർ മാസ്കും ഒക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നാണ് ഹെയർ വാഷ് ചെയ്തത്. പിന്നെ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് 3 ഡേയ്സ് ഹെയർ മാക്സിമം ടൈറ്റിൽ കെട്ടി വെക്കാണ്ട് ലൂസാക്കി വിടുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. സോ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.